രാജാക്കന്മാർ 22-ാം അധ്യായം 1 മുതൽ 53 വാക്യങ്ങൾ. മിക്കായ മുന്നറിയിപ്പ് നൽകുന്നു. 3 വർഷത്തേക്ക് സിറിയയും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായില്ല. 3-ാം വർഷം യൂദാരാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനെ സന്ദർശിച്ചു. ഇസ്രായേൽ രാജാവ് തന്റെ സേവകന്മാരോട് പറഞ്ഞു, റമാത്ത് ഗിലിയാദ് സിറിയ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കണമെന്ന് നാം എന്തിനു മടിക്കുന്നു? അത് നമ്മുടേതാണല്ലോ. അവൻ യഹോശാഫാത്തിനോട് ചോദിച്ചു, എന്നോടൊപ്പം റമാത്ത് ഗിലിയാദ് യുദ്ധത്തിന് പോരുമോ? യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. എന്റെ സൈന്യം നിന്റെ സൈന്യത്തെപ്പോലെയും എന്റെ കുതിരകളെ പോലെയും തയ്യാറാണ്. യഹോശാഫാത്ത് തുടർന്നു, ആദ്യം കർത്താവിന്റെ ഇംഗിതം ആരായുക. ഇസ്രായേൽ രാജാവായ പ്രവാചകന്മാരെ വിളിച്ചു കൂട്ടി. അവൻ 400-ഓളം പേരുണ്ടായിരുന്നു. അവനോട് ചോദിച്ചു, ഞാൻ റാമ ഗിലിയാദ് തിരിച്ചെടുക്കാൻ യുദ്ധത്തിന് പോകണമെന്ന് വേണ്ടയോ? അവർ പ്രതികരിച്ചു, പോവുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിലേൽപ്പിക്കും. എന്നാൽ യഹോശാഫാത്ത് ചോദിച്ചു, കർത്താവിന്റെ ഇംഗിതം ആരായേണ്ടതിന് ഇവിടെ വേറെ പ്രവാചകനില്ല? ഇസ്രായേൽ രാജാവ് പ്രതികരിച്ചു, നമുക്ക് കർത്താവിന്റെ ഇംഗിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട്, ഇംലായുടെ പുത്രൻ മിഖായ. എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു, അവൻ എനിക്ക് തിന്മയില്ലാതെ നിന്ന് പ്രവർത്തിക്കുകയില്ല. യഹോശാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുത്. ഉടൻ ഇസ്രായേൽ രാജാവ് സേവകനോട് ആജ്ഞാപിച്ച്, ഇലങ്കയുടെ മകൻ മിഖായയെ വേഗം കൊണ്ടുവരിക. ഇസ്രായേൽ രാജാവും യൂദാ രാജാവും യഹോശാഫാത്തും രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമരിയയുടെ കവാടത്തിനുള്ളിൽ ഒരു മെതിസ്ഥലത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരുന്നു. പ്രവാചകന്മാർ അവരുടെ മുൻപിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. കെനാനയുടെ മകൻ സെദെക്കിയാ ഇരുമ്പ് കൊണ്ട് കൊമ്പുകൾ നിർമ്മിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, സിറിയക്കാർ നശിക്കുന്നതുവരെ നീ ഇവ കൊണ്ട് അവരെ കുത്തിക്കുകയോ? എല്ലാ പ്രവാചകന്മാരും അത് തന്നെ പ്രവചിച്ചു. അവർ പറഞ്ഞു, റമോത്ത് ഗിലിയാദിൽ പോയി വിജയം വരിക്കുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിലേൽപ്പിക്കും. ദൂതൻ ചെന്ന് മിഖായോട് പറഞ്ഞു, ഇതാ പ്രവാചകന്മാർ ഏകസ്ഥലത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു, അങ്ങ് അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക. എന്നാൽ മിഖായ പറഞ്ഞു, കർത്താവാണോ പ്രാണേ, അവൻ അരുളി ചെയ്യുന്നത് ഞാൻ പറയും. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിഖായ, നിങ്ങൾ റമാ ഗിലിയാദിൽ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? മിഖായ പ്രതികരിച്ചു, നിങ്ങൾ പോയി ഈ വിജയം വരിക്കുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിലേൽപ്പിക്കും. രാജാവ് ചോദിച്ചു, കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാമോ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം? മിഖായ പറഞ്ഞു, ഇസ്രായേൽ ജനം ഇടയില്ലാത്ത ആളുപോലെ പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. കർത്താവ് അരുളി ചെയ്യുന്നത് കേട്ടു, അവർക്ക് നാഥനില്ല. ഇവർ സ്വഭവനങ്ങളിലേക്ക് സമാധാനത്തിൽ പോകട്ടെ. ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എനിക്ക് തിന്മയില്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? മിഖായ തുടർന്ന്, കർത്താവ് അരുളി ചെയ്യുന്നത് ശ്രമിക്കുക, കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു, സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ വലതും ഇടതും നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, അഹാബാദ് റമോത്തിന്റെ ഗിലായിൽ പോയി വധിക്കാൻ ആദവനെ വശീകരിക്കും. ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി. എന്നാൽ ആത്മാവ് മുമ്പോട്ട് വന്ന് പറഞ്ഞു, ഞാൻ അവനെ വശീകരിക്കും. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പ്രതികരിച്ചു, ഞാൻ ചെന്നാൽ എല്ലാ പ്രവാചകന്മാരുടെ ആദരങ്ങളിൽ നിന്ന് ഇവിടെ ആത്മാവായി ഇരിക്കും. അവിടെ നിന്ന് കൽപ്പിച്ച് അവനെ വശീകരിക്കുക. നീ വിജയിക്കുകയോ ചെയ്യൂ. ഇതായി പ്രവാചകന്മാരുടെ എല്ലാ ആദരങ്ങളിൽ അവിടുന്ന് നുണയുടെ ആത്മാവിനെ നിക്ഷേപിച്ചിരിക്കുന്നത് ഇരിക്കുന്നു. നിനക്ക് തിന്മ വരുത്താൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഉടനെ കെനാനയുടെ മകൻ സെദെക്കിയാ മിഖായയുടെ അടുത്ത് വന്ന് അവന്റെ ചെറുത്തെ തടിച്ചുകൊണ്ട് ചോദിച്ചു, കർത്താവിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത്? മിഖായ പറഞ്ഞു, ഒളിക്കാൻ ഉള്ളറയിൽ കിടക്കുന്ന ദിവസം നീ അതറിയും. ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു, മിഖായയെ പിടിച്ച് നഗരാധിപൻ അമോറിന്റെയും രാജകുമാരൻ യോവാശിന്റെയും അടുത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ വിജയിച്ച് മടങ്ങുന്നതുവരെ വളരെ കുറച്ച് ഭക്ഷണവും വെള്ളവും നൽകി ഇവനെ കാരാഗൃഹത്തിലിടുക എന്നവനോട് പറയണം. മിഖായ പറഞ്ഞു, നീ വിജയിച്ച് മടങ്ങുകയാണെങ്കിൽ കർത്താവല്ല എന്നോട് സംസാരിച്ചത് ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. അഹാബിന്റെ മരണം. ഇസ്രായേൽ രാജാവും യൂദാ രാജാവും യഹോശാഫാത്തും റാമ ഗിലിയാദിലേക്ക് പോയി. ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട് പറഞ്ഞു, ഞാൻ വേഷം മാറി യുദ്ധകളത്തിലേക്ക് പോകാം, നീ രാജകീയ വേഷം ധരിച്ചുകൊള്ളുക. ഇസ്രായേൽ രാജാവ് യുദ്ധകളത്തിലേക്ക് പോയി. സിറിയ രാജാവ് തന്റെ 32 രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു, വലിയവരോട് ചെറിയവരോട് പൊരുതേണ്ട, ഇസ്രായേൽ രാജാവിനോട് മാത്രം പട വിട്ടുക. അവൻ യഹോശാഫാത്തിനെ കണ്ട് അത് തന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ ആക്രമണം തുടങ്ങി. യഹോശാഫാത്ത് ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ ഇസ്രായേൽ രാജാവ് എന്ന് മനസ്സിലായപ്പോൾ അവനെതിരെ ആക്രമണത്തിൽ നിന്ന് രഥനായകന്മാർ പിന്തിരിഞ്ഞു. യാദൃശ്യമായ ഒരു പടയാളി എയ്ത അമ്പ് ഇസ്രായേൽ രാജാവിന്റെ പടച്ചട്ടയുടെ കവചത്തിന്റെ ഇടയിൽ തറച്ചു കയറി. ഉടനെ അവൻ സാരഥിയോട് പറഞ്ഞു, രഥം തിരിച്ച് യുദ്ധകളത്തിൽ നിന്ന് കൊണ്ടുപോകുക, എനിക്ക് മുറിവേറ്റിരിക്കുന്നു. അന്ന് ഘോര യുദ്ധം നടന്നു. രാജാവിനെ സിറിയക്കാർക്ക് നേരെ രഥത്തിൽ നിർവത്തിയിരുത്തി. മുറിവിൽ നിന്ന് രക്തം ധാരയായി രഥത്തിനടിയിലേക്ക് ഒഴുകി. സന്ധ്യയായപ്പോൾ മരിച്ചു. അസ്തമയമായപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ ഓരോരുത്തരും താന്ത്രങ്ങളുടെ നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ മടങ്ങിക്കൊള്ളൂ എന്ന ശബ്ദം നൽകി. അഹാബ് രാജാവ് മരിച്ചു. മൃതദേഹം സമരിയായി കൊണ്ടുവന്ന് സംസ്കരിച്ചു. സമരിയയിലെ കുളത്തിൽ അവൻ രാജാവിന്റെ രഥം ഒഴുക്കി. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് പോലെ നായ്ക്കൾ അവന്റെ രക്തം നക്കി കുടിച്ചു. വേശ്യകൾ ആ വെള്ളത്തിൽ കുടിച്ചു. അഹാബ് ദന്തഗ്രഹം പണിച്ചതും നഗരങ്ങൾ നിർമ്മിച്ചതും അവന്റെ മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അഹാബ് പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ അഹസ്യ രാജാവായി. യഹോശാഫാത്ത് യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവ് അഹാബിന്റെ 4-ാം ഭരണവർഷത്തിലാണ് ആസയുടെ പുത്രൻ യഹോശാഫാത്ത് യൂദാ രാജാവായത്. അപ്പോൾ അവന് 35 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 25 വർഷം ഭരിച്ചു. ഷിൽഹിയുടെ മകൾ അസൂബയായിരുന്നു അവന്റെ മാതാവ്. അവൻ പിതാവായ ആസയുടെ മാർഗ്ഗത്തിൽ ചരിച്ചു, അതിൽ നിന്ന് വ്യതിചലിച്ചില്ല. കർത്താവ് പ്രീതികരമായത് പ്രവർത്തിച്ചു, എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവിടെ തുടർന്ന് ബലികളും ധൂപം അർപ്പിച്ചു. യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവായി സമാധാനത്തിൽ വർദ്ധിച്ചു. യഹോശാഫാത്തിന്റെ പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും യുദ്ധങ്ങളും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിന്റെ പിതാവ് ആസയുടെ കാലത്ത് തുടർന്ന് പോകുന്ന ദൈവപ്രീതിക്കുള്ള പുരുഷ വേഷ സമ്പ്രദായം അവൻ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്തു. അക്കാലത്ത് ഏതോമിൽ രാജാവില്ലായിരുന്നു. ഒരു രാജപ്രതിനിധിയാണ് ഭരണം നടത്തിയിരുന്നത്. യഹോശാഫാത്ത് ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ താർഷിഷ് കപ്പലുകൾ നിർമ്മിച്ചു. എന്നാൽ എസിയോഗോറിൽ വെച്ച് തകർന്നതിനാൽ അവയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. അഹാബിന്റെ പുത്രൻ അഹസ്യ യഹോശാഫാത്തിനോട് ചോദിച്ചു, നിന്റെ സേവകന്മാരോടൊപ്പം കപ്പലിൽ പോകാൻ അനുവദിക്കുമോ? യഹോശാഫാത്ത് സമ്മതിച്ചില്ല. യഹോശാഫാത്ത് തന്റെ പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അവൻ സംസ്കരിച്ചു. അവന്റെ പുത്രൻ യഹോറാം രാജാവായി. അഹസ്യ ഇസ്രായേലിന്റെ രാജാവ്. യൂദാ രാജാവായ യഹോശാഫാത്തിന്റെ 17-ാം ഭരണവർഷം അഹാബിന്റെ പുത്രൻ അസഹ്യ സമരിയായി ഇസ്രായേലിന്റെ ഭരണം ഏറ്റെടുത്തു. അവൻ 2 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. പിതാവിന്റെയും നെബോത്തിന്റെയും മകൻ ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ചവനുമായ ജെറോബോവാമിന്റെ മാർഗ്ഗത്തിൽ അവൻ ചരിച്ചു. അവൻ ബാലിനെ സേവിച്ച് ആരാധിച്ചു. തന്റെ പിതാവിനെ പോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ എല്ലാ വിധത്തിലും പ്രകോപിച്ചു. ദൈവജനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിനെ സ്തുതി.